ഹലോ, ഇന്നലത്തെ കപ്പയും ചിക്കനൊക്കെ കഴിച്ചും കൊണ്ട് എൻ്റെ റിതാൻകുട്ടൻ്റെ കൂടെ കയറി കിടന്ന് ഞാനങ്ങ് ഉച്ചയ്ക്ക് നല്ലൊരു ഉറക്കം അങ്ങോട്ട് പാസ്സാക്കി. പക്ഷേ അതിൻ്റെ ഹാങ് ഓവറാണെന്നൊന്ന് രാത്രി എനിക്ക് ഉറക്കമേ വന്നിട്ടില്ലായിരുന്നു. എനിക്ക് സാധാരണ ഉച്ചയ്ക്ക് ഉറങ്ങിയാൽ രാത്രി ഉറങ്ങാൻ പറ്റാത്ത ഒരാളാണ്. ഞാനത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങിയതും. പക്ഷേ ഞാൻ ഒരു 3-3:30 മണി വരെ കണ്ണു തുറന്ന് ഇങ്ങനെ ഇരുന്ന് എനിക്ക് എത്ര ശ്രമിച്ചിട്ടും ഉറക്കം കിട്ടുന്നില്ലായിരുന്നു. അതിനുശേഷം ഞാൻ എപ്പോൾ ഉറങ്ങിയെന്ന് പോലും എനിക്കും അറിഞ്ഞൂടാ. ചാടി എണീറ്റ് കണ്ണ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു. ഇന്ന് തിങ്കളാഴ്ചയാണ്, റംസാൻ സ്കൂളിൽ പോകണം. പോരാഞ്ഞിട്ട് നല്ല മഴയും പുറത്ത്. പിന്നെ എന്താ ചടപടെ അങ്ങോട്ട് തുടങ്ങി. പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പമാണ്. അപ്പം വേറെ കറിയൊന്നും ഉണ്ടാക്കേണ്ട, ചിക്കൻ കറി ഇരിപ്പുണ്ട്. അപ്പം മാത്രം ചുട്ട് പിന്നെ റംസാനെ ഉമ്മ കുളിപ്പിച്ച് കയറ്റി. അവന് പിന്നെ മഴയായി കഴിഞ്ഞാൽ പിന്നെ ഒരേ തുള്ളലാണ് വെളിയിലിറങ്ങാൻ വേണ്ടിയിട്ട്. അകത്ത് നിന്ന് മേല് കഴുകണം, അകത്ത് നിന്ന് കുളിക്കണം, പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ പുറത്ത് കൊണ്ടുപോയി കുളിപ്പിച്ചെടുത്തോണ്ട് വന്നു. പിന്നെ നല്ല തണുപ്പാണ്, ഒരേ വിറയിലായിരുന്നു കുറച്ച് നേരത്തേക്ക്. പിന്നെ അവനെ കുളിപ്പിച്ചൊക്കെ കയറ്റി അകത്ത് കൊണ്ടുവന്ന് അവന് കാപ്പിയൊക്കെ കൊടുത്തിട്ട് നേരെ അവൻ്റെ ലഞ്ച് സ്നാക്സൊക്കെ പാക്ക് ചെയ്തു. അപ്പോൾ ഇന്ന് ലഞ്ചിന് കൊടുത്തു വിട്ടത് ചോറും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ഒക്കെയാണ്. സ്നാക്സിന് കൊടുത്തു വിട്ടത് സ്നാക്സായിട്ട് ഒന്നും തന്നെ ഇല്ലായിരുന്നു. സാറ്റർഡേ സൺഡേ വീട്ടിലിരുന്ന് ബക്കറ്റ് അരിച്ചതുകൊണ്ടാവണം എല്ലാം കാലിയായിരുന്നു. നാളെ സ്കൂളിൽ ഉണ്ടെന്നും അവന് സ്നാക്സ് കൊടുത്തു വിടണമെന്നുള്ള കാര്യമേ ഞാൻ മറന്നു. പിന്നെ മുട്ട ഇടയ്ക്ക് കൊടുത്തു വിടുന്നതുകൊണ്ട് പിന്നെ ഞാനതങ്ങ് വലിയ കാര്യമാക്കി എടുത്തില്ല. അങ്ങനെ മുട്ടയാണ് കൊടുത്തു വിട്ടത്. പിന്നെ നേരെ വന്നു. അവിടെയായിട്ട് വലിച്ചു വാരിയിട്ടിരിക്കുന്നതെല്ലാം വാരി ഒതുക്കിയാലേ തിങ്കളാഴ്ച സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ എന്ന് അവൻ അറിഞ്ഞുകൂടാ. അത് ഞാനെങ്കിലും അറിയണമല്ലോ. അപ്പം എല്ലാം വാരിയെടുത്തു, ബാഗിനകത്താക്കിയിട്ടുണ്ട്. ഇപ്പം ടൈം ടേബിൾ അനുസരിച്ചല്ലേ നമ്മളെല്ലാം കൊടുത്തു വിടണം. അപ്പം റിവിഷൻ ആയതുകൊണ്ട് എല്ലാം കൊടുത്തു വിടണം. അങ്ങനെ അതൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ട് നേരെ ആശാനോ ഒരുക്കി പറക്കിയെടുത്തു. പിന്നെ ഇന്ന് ഞാനല്ല കൊണ്ടുവിടുന്നത്, ഉമ്മയാണെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഒരു ചിണുക്കം കരച്ചിലും ഒരു മേളായിട്ടാണ് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. ഞാനിപ്പം മഴയായി കഴിഞ്ഞാൽ അവന് ഷൂ ഇട്ട് കൊടുക്കത്തില്ല. കാരണം നമ്മളവൻ്റെ ബാക്ക് സൈഡിലുള്ള വഴി കൂടെ ഒരു ചാല് പോലെ വെള്ളം പോകുന്നുണ്ട്. അവൻ കൃത്യമായിട്ട് അതിലിറങ്ങിക്കിട്ടേ പോകത്തുള്ളൂ. സോക്സും നനയും ഷൂവും നനയും. പിന്നെ സ്കൂളെത്തുമ്പോൾ നാറി ഒരു മെന കെട്ട അവസ്ഥയാവും. അപ്പോൾ അവനെയും പറഞ്ഞുകൊണ്ട് ഞാനും നേരെ കാപ്പി കുടിച്ചു. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തിട്ട് ബൈ, സീ യു.